ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററി എല്ലാം തന്നെ എങ്ങനെയാണ് കറക്റ്റായി നമ്മൾ ഇത് റിമൂവ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ മറ്റാരോടും ചോദിക്കാതെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റായി മനസ്സിലാക്കാനെല്ലാം സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ഇതിനായി പോകേണ്ടത് ഇവിടെ ഈ ഒരു ക്രോം ബ്രൗസറിൽ പോവുക. അതിനുശേഷം ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിവിടെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ലഭിക്കുക. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ എടുത്തത് മുതൽ ഇതുവരെയുള്ള എല്ലാ ആക്ടിവിറ്റി, അതായത് നമ്മൾ എന്തെല്ലാം സൈറ്റുകൾ പോയിട്ടുണ്ട്, എന്തെല്ലാം കാര്യം ചെക്ക് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ താഴേക്ക് വരുന്നതായിരിക്കും. ആർക്കും ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ കാണാനും സാധിക്കും. അതിനാൽ തന്നെ ഇത് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഇത് കംപ്ലീറ്റായി റിമൂവ് ആയി എന്ന് ചിലർ കരുതുന്നുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല. ഇതിനായി നമുക്കിവിടെ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് മുകളിൽ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കുക്കീസ്, അതുപോലെ ബ്രൗസിംഗ് ഹിസ്റ്ററി, ക്യാഷെ, ഇമേജസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ സേവ്ഡ് പാസ്വേഡ്. അപ്പോൾ നമ്മൾ ഈ ഏതെല്ലാം കാര്യമാണ് നമുക്ക് റിമൂവ് ആകേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ സേവ്ഡ് പാസ്വേഡ് എല്ലാം ടിക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും റിമൂവ് ആകും. അതിനാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ ബ്രൗസിംഗ് ഹിസ്റ്ററി, അതുപോലെ കുക്കീസ്, ക്യാഷെ എല്ലാം തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ലാസ്റ്റ് അവർ എന്നാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഞാൻ ഓൾ ടൈം എന്ന് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഈ ഒരു സെർച്ചിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ഇത് കംപ്ലീറ്റായി റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഗൂഗിൾ പോയതിന് ശേഷം ഇവിടെ ഗൂഗിൾ ആക്ടിവിറ്റി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റി എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിൽ ഇത് കുറച്ച് പഴക്കമുള്ള ഒരു ഫോണെല്ലാമാണ്. ഇതിൽ നിന്നും ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയും വരുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ നിന്ന് കൂടി നമ്മൾ ഇത് റിമൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാനേജ് മൈ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഈ സ്ക്രീൻ എല്ലാം വരിക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇതുപോലെ മാനേജ് ആക്ടിവിറ്റി എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ വീണ്ടും ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെയും നമുക്ക് ലാസ്റ്റ് അവർ, ലാസ്റ്റ് ഡേ, ഇങ്ങനെയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾവേസ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നും ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹിസ്റ്ററി എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററി ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട അത് ജസ്റ്റ് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാപ്സ് എല്ലാം തന്നെ ഇതിൽ നിന്നും അൺടിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കൺഫേം ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഡിലീറ്റ് ദി ഫോളോവിങ് ആക്ടിവിറ്റി എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇത്തരത്തിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആകുന്നത്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റായി നമ്മുടെ ഫോണിൽ നിന്നും റിമൂവ് ആകുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.